നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കയ്യിൽ കിട്ടി, ആഗ്രഹിച്ചത് വേണമെന്ന് കിട്ടി. രണ്ടാമതും അങ്ങനത്തെ ഒന്ന് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹു ഒരു നിഅമത്ത് തന്നു, ആ നിഅമത്തിട്ട് ഇനി കുറച്ചും കൂടെ കിട്ടിയ തരക്കേടില്ല, ഇനിയും വേണമായിരുന്നു, വേറൊന്നും കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, ഇല്ലാ സലബഹുല്ലാഹു ഹുബ്ബൽ ഖൽവതി മഅഹ്, അള്ളാഹുവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് സ്വകാര്യമായി സംഭാഷണം ചെയ്യാനുള്ള ആ ഒരവസരം അള്ളാഹ് എടുത്തു കളയും. നിനക്ക് അതല്ലേ വേണ്ടൂ, നിനക്ക് എന്നെ വേണ്ടല്ലോ എന്നാ, നീ എന്നെപ്പറ്റി അങ്ങനെ ചിന്തിച്ചില്ല, ദുന്യാവിത്തെ ഒരു സാധനമല്ലേ നിനക്ക് വേണമെന്ന് തോന്നിയത്. ഖൽവത്തിൻ്റെ ആ ഒരു മഹബത്ത് അള്ളാഹ് എടുത്തു കളയും. പിന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള തോന്നലേ കൽബിൽ വരില്ല. ഓരോ ഫുൾ ടൈം ഇത് തോണ്ടിയിരിക്കലേ കാരണം. പക്ഷേ അങ്ങനെ ഒരു അസാമുകാരനാണ്, എൻ്റെ ഫ്രണ്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു വിറ്റിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മൊബൈൽ നോക്കുമ്പോഴേ നിസ്കാരം സ്വീകരിച്ചിക്കണമെന്നല്ല OTP ഒന്ന് നോക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അപ്പം തന്നെ തുറന്നു നോക്കുകയാണല്ലോ സംഭവം. നിസ്കാരം അല്ലാഹ് കബൂലാക്കിക്കണോ ഇല്ലെന്നില്ല, OTP വന്നോ നോക്കിയിരിക്കുന്നു. യാ അല്ലാഹ്, നിങ്ങൾക്ക് ദുന്യാവിലെ ഒരു വിഷയത്തോട് ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം അള്ളാഹു സാധിപ്പിക്കുകയും ചെയ്തിട്ട് വേറൊരാഗ്രഹം കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ അള്ളാഹ് തരും. നിങ്ങളോട് ചോദിച്ചോളൂ. പക്ഷെ കൽബിൽ കൊണ്ടു കിടക്കരുത്, കൽബിൽ ആഗ്രഹിക്കരുത്. എങ്ങനെ, എനിക്കത് വേണം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെയാണ്. അള്ളാഹ് തന്നാ ഓക്കെ, തന്നില്ല എന്നാലും ഓക്കെ, അത്രേ ഇതിന് വില കൊടുക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണേ, ദുന്യാവ് വേണ്ട, പൈസയും പിന്നെ മൊബൈൽ ഫോണും കാറും വണ്ടി ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അതല്ല നമ്മൾ പറയുന്നത്. അതിന് അർഹിക്കുന്ന വിലയെ കൊടുക്കാൻ പാടുള്ളൂ. മൊബൈൽ ഫോൺ കൊഴിഞ്ഞാടി പോയി എന്ന് വിചാരിക്കുക, ചിലർ ആത്മഹത്യ, ഇനി എന്തിനാ ഞാൻ ജീവിക്കണെന്ന്. അത് പോവാണെങ്കിൽ പോയിക്കോട്ടെ, നഷ്ടപ്പെടാൻ അള്ളാഹ് കണക്കാക്കിയതാണ്. എനിക്ക് കിട്ടാനുള്ളത് അള്ളാഹ് കിട്ടാൻ കണക്കാക്കിയത്, അത്രേ അതിന് വില കൊടുക്കാൻ പാടുള്ളൂ. അതിന് ഗിവ് ഇറ്റ് വാട്ട് ഇറ്റ് ഡിസേർവ്സ്, അത്രേ പാടുള്ളൂ. എന്താ അത് അർഹിക്കുന്ന അത്രേ കൊടുക്കാൻ പാടുള്ളൂ, ഓവർ കൊടുക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു ഒരു നന്മ നൽകിയാൽ, അള്ളാഹു ദുന്യാവിലെ ഒരു വസ്തു നൽകിയാൽ, ഫബ്തഗാ ഇലൈഹി സാനിയൻ, രണ്ടാമത് വേറൊരു കാര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയാൽ, ഇല്ലാ സലബഹുല്ലാഹു ഹുബ്ബൽ ഖൽവതി മഅഹ്, അള്ളാഹുവിൻ്റെ കൂടെ ഒരുമിച്ച് സ്നേഹത്തോടെ പടച്ചവനും നിങ്ങളും മാത്രമായി നിൽക്കുന്ന ഒരു സ്വകാര്യ സംഭാഷണം. അങ്ങനത്തെ ഒരു സ്വകാര്യ സംഭാഷണത്തിന് നമ്മൾ എത്ര കൊതിക്കണം. അള്ളാഹുമായൊരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ്, അതിൻ്റെ മഹബത്ത് പോലും നിങ്ങളുടെ കൽബിൽ നിന്ന് എടുത്തു കളയും. അള്ളാഹുവിനോട് അടുത്തതിന് ശേഷം അള്ളാഹു അകൽച്ചയാണ് നൽകുന്നത്. അള്ളാഹുവിൻ്റെ കൂടെ മനസ്സുകൊണ്ട് ആശ്വസിച്ച് നടന്നതിന് ശേഷം അള്ളാഹു മനസ്സുകളെ അകൽച്ച പോലെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും.